ജസ്റ്റിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഓരോ സിറ്റുവേഷനും അനുസരിച്ചിട്ട് ആ കഥയുടെ പേസിങ്ങും ഇമോഷണൽ ഡ്രാമയും ഈവൻ നമ്മൾ ഫൈനൽ എഡിറ്റിൽ പോലും നമുക്ക് അത്ര ഫീൽ ചെയ്യാത്ത ഒരു റൊമാൻറ്റിക് ആംഗിൾ ഉണ്ട് അജേഷും ലിജോന്റെ സ്റ്റെഫിയും തമ്മിലുള്ള ക്യാരക്ടറും തമ്മിൽ. അത് ജസ്റ്റിൻ ആണ് അതിനെ ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആക്കിയത് ആക്ച്വലി. അത് ജസ്റ്റിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഒരു ഒരു സാധനം കഴിഞ്ഞ ഇടയിൽ കൂടെ കിട്ടും. അത് പറയാതെ വയ്യ. അത് സിനിമയ്ക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭയങ്കര തന്നെ മാറി. വേറൊരു തരത്തിലുള്ള പ്രണയമായിട്ട് ആൾക്കാർ അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അത് എത്തിക്കാൻ പറ്റി. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ടെക്നീഷ്യൻസ് എല്ലാവരും സുധി, മേക്കപ്പ്, ഈ പറയുന്ന ഭയങ്കര റിയലായിട്ട് ആൾക്കാരെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ നമ്മളെ മെൽവി, കോസ്റ്റ്യൂം, അതുപോലെ പെട്ടെന്ന് ഇനിയിപ്പോൾ ആരെയും ഇനി ഇവരെ കുറിച്ചൊക്കെ ജ്യോതിഷേട്ടന് ഒരുപാട് പറയാനുണ്ടാവും. ഞാനിവിടെ വന്നിട്ട് എല്ലാവരെയും കുറിച്ച് ഇത്ര വാചാലനാവേണ്ട കാര്യമില്ല. അതും കൂടെ. അപ്പോൾ നമ്മൾ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ഡ്രാമ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി വരാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ തോന്നണമെന്നില്ല. നമ്മൾ കുറച്ചുകൂടെ അതിലൊരു എക്സ് ഫാക്ടർ എന്തെങ്കിലും പുഷ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ ആ ഒരു കൺവേർഷൻ നടക്കുകയുള്ളൂ.